Hello guys, it's me TELL ME. Welcome back to my channel. Welcome to another DIY skincare video. അപ്പോൾ ഇന്നത്തെ DIY skincare വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെന്റേഷനും കരിവാളിപ്പും ഒരു ചെറിയ രീതിയിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് റെമഡി ഏറ്റവും ബെസ്റ്റ് DIY റെമഡി കൊണ്ട് എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാമെന്നാണ്. ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു DIY എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടാറ്റോ ആണ്. അപ്പോൾ പൊട്ടാറ്റോ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനമായിരിക്കണം. അപ്പോൾ പൊട്ടാറ്റോ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് റെമഡിയാണത്. അപ്പോൾ ഈ ഒരു സ്കിൻ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൊണ്ട് ഭയങ്കര സീനായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് അവസാനം വരെ കാണുക. അപ്പോൾ ഈ ചാനലിൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും യു വിൽ ഗെറ്റ് നോട്ടിഫൈഡ്. സോ നമ്മുടെ ഈ പാക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പൊട്ടാറ്റോ. അപ്പോൾ പൊട്ടാറ്റോ നമ്മളിങ്ങനെ ഗ്രൈൻഡ് ചെയ്തിട്ട് ജ്യൂസ് എടുക്കാൻ പറ്റുന്നവർക്ക് നന്നായിട്ട് ജ്യൂസ് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ജ്യൂസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ എടുത്തിട്ട് നമ്മൾ കുറച്ച് റോസ് വാട്ടറിലിട്ട് ഒരു 5 to 10 minutes വെച്ച് കഴിയുമ്പോൾ ആ പൊട്ടാറ്റോല ആ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ നമ്മുടെ ആ റോസ് വാട്ടറിലോട്ട് വന്നിട്ട് നമുക്ക് ഈ കണ്ട ഇങ്ങനെ ഒരു ലിക്വിഡായിട്ട് കിട്ടും. അപ്പോൾ ഈ ലിക്വിഡ് നമ്മൾ ആ ഫേസ് പാക്കിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് ലിക്വിഡാക്കി മാറ്റി വേറൊരു ബൗളിലോട്ട് എടുക്കാം. ഇതിൻ്റെ ആ ഒരു ബെനഫിറ്റ്സ് ഒക്കെ ഉള്ള ആ ഒരു റോസ് വാട്ടർ നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പൊട്ടാറ്റോ ഗ്രേറ്റ്സ് ഒക്കെ ഉള്ളതും വേണമെങ്കിൽ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നമ്മുടെ ആ പൊട്ടാറ്റോ ഗ്രേറ്റ്സ് നമുക്ക് വേണമെങ്കിൽ ഐസ് ട്രേയിലിട്ടിട്ട് നമുക്ക് എന്നും എന്നിട്ട് ആ ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മിക്സറിലോട്ട് ഈ ഒരു എന്നിട്ട് പൊട്ടാറ്റോ ജ്യൂസിലോട്ട് നമ്മൾ ഇനി ഇടേണ്ടത് റൈസ് ഫ്ലവർ ആണ്. അപ്പോൾ ഈ റൈസ് ഫ്ലവർ കുറച്ചങ്ങ് ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഹണിയാണ്. ഈ സ്പൂണിൽ തന്നെ അത്യാവശ്യം ഇത്രയും ഹണി എടുത്തിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി റൈസ് ഫ്ലവർ ഇട്ട് കൊടുക്കുക. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇരിക്കുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റൈസ് ഫ്ലവർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ ഒരു മിക്സറിൽ ഞാൻ പറഞ്ഞേക്കുന്ന പോലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ആണ്. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോയിൽ കുറേ വിറ്റാമിൻസും ബ്ലീച്ചിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പൊട്ടാറ്റോ. അപ്പോൾ ഈ പൊട്ടാറ്റോ നമ്മുടെ ഫേസിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസും നമുക്ക് ആ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോയും യൂസ് ചെയ്യാം. കേട്ടോ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോയുടെ എല്ലാ ബെനിഫിറ്റ്സും ഈ ഒരു മിക്സ്ചറിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫേസിൽ എന്താ പറയുക ഭയങ്കര ബ്രൈറ്റനിങ് എഫക്റ്റും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കളയാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ പൊട്ടാറ്റോ ജ്യൂസ്. പിന്നെ നമ്മൾ ആഡ് ചെയ്തേക്കുന്ന റൈസ് ഫ്ലവർ ആണ്. അപ്പോൾ റൈസ് ഫ്ലവർ നമ്മുടെ ഫേസിന് എന്താ പറയുക ഒരു എക്സ്ഫോലിയേറ്റിംഗ് ഒരു സ്ക്രബിങ് എഫക്റ്റാണ് കിട്ടണത്. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ടാനും നമ്മുടെ ഫേസിനെ നന്നായിട്ട് എന്താ പറയുക എക്സ്ഫോലിയേറ്റ് ചെയ്യാനും സഹായിക്കുന്ന വേറൊരു പ്രോഡക്റ്റാണ് നമ്മുടെ എന്താ പറയുക റൈസ് ഫ്ലവർ അരിപ്പൊടി. പിന്നെ നമ്മൾ അവസാനമായിട്ട് ഇട്ടേക്കുന്നത് എന്തിട്ടാ ഹണി നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഒരു മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു ഗ്ലോ തരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫേസ് ഇപ്പോൾ എന്താ പറയുക ഓയിലി സ്കിന്നാണ് ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിലും നമ്മുടെ ഫേസിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് നല്ലൊരു ഗ്ലോ ആക്കിയൊക്കെ മാറ്റാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഹണി നമ്മുടെ ഫേസിൽ വെറുതെ ഇട്ടാൽ പോലും നമ്മുടെ ഫേസിനൊരു ഗ്ലോ കിട്ടും. നമ്മുടെ ഫേസിലെ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ഡൾ സ്കിന്നിനെയൊക്കെ നല്ല ഹാപ്പി സ്കിന്നാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹണി. അപ്പോൾ
അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ വീട്ടിൽ എന്തായാലും യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു വീക്ക്ലി എന്താ പറയുക 1 or 2 ഒക്കെ യൂസ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും നിങ്ങളുടെ ഫേസിലുള്ള ഒരു മെയിനായിട്ട് ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ. കാരണം പൊട്ടാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ സ്കിൻ കെയർ DIYസിലൊക്കെ ഇടാൻ പറ്റുന്നൊരു പവർഫുൾ സംഭവമാണ് ഈ പൊട്ടാറ്റോ. നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു ദിവസം ഒരു പ്രാവശ്യമൊക്കെ ഈ പാക്ക് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെ 2 പ്രാവശ്യം ഇടാൻ പറ്റുന്ന, ഇപ്പോൾ ഒരു വീക്ക്ലി നിങ്ങൾ 2 പ്രാവശ്യം ഇടാൻ ഉദ്ദേശിക്കണമെങ്കിൽ 2 ആഴ്ച എന്തായാലും ഈസി ആയിട്ട് പോകും ഫ്രിഡ്ജിൽ. പിന്നെ എൻ്റെ വീട്ടിൽ 2-3 പേരുള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടി ഇടാൻ വേണ്ടിയാണ് ഇത്രയും. അപ്പോൾ ഞാൻ കാണിച്ച പോലെ ഇത്രയൊന്നും എടുക്കണ്ട, കുറച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു 20 to 30 minutes വരെ നമ്മുടെ ഫേസിൽ ഇതിരുന്ന് ഇങ്ങനെ ഡ്രൈ ആകണം. സോ ഇത് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് വെറുതെ വാഷ് ചെയ്ത് കളയാതെ കുറച്ച് നേരം സ്ക്രബ് ചെയ്തിട്ടൊരു 2 to 3 minutes സ്ക്രബ് ചെയ്തിട്ട് നമ്മൾ കഴുകി കളയാം. അതിന് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഫേസൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊരു വീക്ക്ലി ഒരു 1 അല്ലെങ്കിൽ 2 ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ ഭയങ്കര ഗ്ലോയി ആയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സോ ഈ ഒരു DIYയിൽ എനിക്ക് ഏറ്റവും പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസിലായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ എന്തായാലും നമുക്ക് തരും. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസിലുള്ള കരിവാളിപ്പ് ഫസ്റ്റ് യൂസിൽ തന്നെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി തേർഡ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് പെട്ടെന്ന് അങ്ങ് കുറയത്തൊന്നുമില്ല. ബട്ട് നമ്മൾ ഫ്രീക്വൻ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് കുറയുന്ന ഒരു എഫക്റ്റീവ് റെമഡിയാണിത്. പിന്നെ ഈ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസ് കുറച്ച് ഡ്രൈയിങ് ആകും. അപ്പോൾ നിങ്ങൾ ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലത്തെ DIYs നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം, ഞാൻ ട്രൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഫോളോ ചെയ്യാം. അവിടെയും ഞാൻ ഫൺ കൂൾ കണ്ടൻറ്റ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ അഭിനയ മികവുകളൊക്കെ ഞാൻ റീൽസിലൂടെയാണ് തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്യാൻ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.